നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവം ധ്യാനിക്കുകയും അവിടുത്തെ കുരിശിലൂടെ കൈവന്ന രക്ഷയെ നമ്മുടെ ജീവിതത്തിൻ്റെ കൃപയും അനുഗ്രഹവുമായി സ്വീകരിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നാം ആയിരിക്കുമ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയുടെ മഹത്വവും അതിനുവേണ്ടി അവിടുന്ന് അനുഭവിച്ച സങ്കടങ്ങളുടെയും വേദനയുടെയും പീഡനങ്ങളുടെയും ആഴവും നാം തിരിച്ചറിയുകയാണ്. ആ ഒരു ദിവ്യമായ ദിനത്തിൽ കർത്താവിൻ്റെ ജീവിത വഴിയിൽ അവിടുന്ന് അനുഭവിച്ച എല്ലാ സങ്കടങ്ങളെയും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന വേദനകളുടെയും ഒറ്റപ്പെടലുകളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും ഒക്കെയും പൂർണ്ണത അവൻ സ്വജീവിതത്തിൽ അനുഭവിക്കുകയായിരുന്നു. ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ള സഹനങ്ങളുടെയൊക്കെയും സമ്പൂർണത അവൻ്റെ സഹനത്തിൽ അവൻ ഏറ്റെടുക്കുകയായിരുന്നു. കർത്താവിൻ്റെ സഹനങ്ങളെയും വേദനകളെയും മുൻനിർത്തി നാം ജീവിതത്തെ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ കുരിശാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷയുടെ അടയാളവും അടിസ്ഥാനവും എന്ന് നമുക്കറിയാം. നാം ഇപ്പോൾ പ്രാർത്ഥിച്ചു പാടിയതാണ്, കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യ പാദങ്ങൾ. വാസ്തവത്തിൽ ഈ കുരിശിനെ കുറിച്ച് ഈ ദുഃഖവെള്ളിയാഴ്ച ധ്യാനിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുക. കുരിശിന് 4 കരങ്ങളുണ്ട്. അല്ല എങ്കിൽ കുരിശിന് 4 ദിശാസൂചികളുണ്ട് എന്ന് നമുക്കറിയാം. 4 വശത്തേക്കും കുരിശ് കരങ്ങൾ നീട്ടി നിൽക്കുകയാണ്. ഈ 4 വശങ്ങൾ ആത്യന്തികമായി എന്താണ് എന്നുള്ള ഒരു ധ്യാനമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുക. പ്രിയപ്പെട്ടവരെ, കുരിശ് എപ്പോഴും ഭാരപ്പെടുത്തുന്നതാണ്, അസ്വസ്ഥത ജനിപ്പിക്കുന്നതാണ്. അതാർക്കും സ്വീകാര്യമായൊരു കാര്യമല്ല. യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമാണ് കുരിശെന്ന് വിശുദ്ധ പൗലോസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഫിനീഷ്യക്കാരാണ് ലോകത്തെ ഏറ്റവും ക്രൂരന്മാര്. ഇന്നത്തെ സിറിയക്കാരുടെ മുൻഗാമികളാണ്. ഈ കൂട്ടരാണ് മനുഷ്യരെ ഏറ്റവും വേദനിപ്പിച്ച് പീഡിപ്പിച്ച് കൊല്ലാൻ പറ്റുന്നത് എങ്ങനെ എന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു പീഡന ഉപകരണമാണ് വാസ്തവത്തിൽ കുരിശ് എന്നത്. ഈ കാലഘട്ടത്തിലും ലോകത്തിലെ ക്രൂരതയുടെ പര്യായമായിട്ട് നമ്മൾ IS തീവ്രവാദികളെയൊക്കെയും കാണാറുണ്ട്. കാരണം മനുഷ്യനെ പീഡിപ്പിക്കുന്നതിൽ, വേദനിപ്പിക്കുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തുന്ന ഒരു ജനവിഭാഗമാണ്. അതിൻ്റെ കാരണം അവരുടെ രക്തത്തിൽ ഈ ഒരു ക്രൂരതയുണ്ട്. ഭൂമിയിലെ ഏറ്റവും ക്രൂരന്മാരുടെ കണ്ടെത്തലാണ് കുരിശ്. അതുകൊണ്ട് തന്നെ ഈ കുരിശ് എല്ലാവർക്കും ഭയജന്യമായ വിഷയമായി. എന്നാൽ ഈ കുരിശ് രക്ഷാകരമാകുന്നത് എന്താണോ കർത്താവിൻ്റെ കരം അതിൽ തൊട്ടത്, എന്താണോ അവിടുത്തെ തിരുരക്തം ആ കുരിശിലൂടെ ഒഴുകിയത്, എന്താണോ ഈ കുരിശുമരം അവനെടുത്ത് ചുമലിൽ വച്ചത്, അന്ന് മുതൽ ആ കുരിശ് രക്ഷയുടെ അടയാളമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. കുരിശുകളൊക്കെയും ഭാരപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതും മനുഷ്യന്റെ ജീവിതത്തിൽ നിരാശ പ്രദാനം ചെയ്യുന്നതുമാണ് എന്നത് സത്യമാണ്. പക്ഷേ ഏതെല്ലാം കുരിശിൽ നമ്മുടെ കർത്താവ് കരം നീട്ടി തൊടുന്നുവോ, ഏതെല്ലാം സങ്കടങ്ങളിലേക്ക് അവൻ കടന്നു വരുന്നുവോ, അഥവാ നമ്മുടെ കുരിശിന്റെ ഭാരം നാം അവന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നുവോ, അന്നു മുതൽ എല്ലാ കുരിശുകളും രക്ഷാകരമായി തീരുന്നു എന്ന പരമാർത്ഥമായ സത്യം
ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് ധ്യാനിക്കാം. ജീവിതത്തിൻ്റെ ചില കുരിശുകളും ഭാരങ്ങളും ഒക്കെയും നമുക്ക് അസഹനീയങ്ങളായി ദുർവഹങ്ങളായി അനുഭവപ്പെടുന്നുവെങ്കിൽ, ജീവിതത്തിൽ ഒരു ഉത്തരവും കാണാതെ നാം ഇരുട്ടിൽ തപ്പുന്നുവെങ്കിൽ, നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് എങ്കിൽ, ഇതിന് പരിഹാരം മരണം മാത്രമാണ് എന്ന് ചിന്തിച്ച് യൂദാസിനെ പോലെ ആത്മഹത്യയിലേക്ക് മനസ്സ് തിരിയുന്നുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നീ ഇതുവരെയും നിന്റെ സഹനങ്ങളുടെ കുരിശിനെ കർത്താവിൻ്റെ കരം കൊണ്ട് തൊടുവിച്ചില്ല. അവന്റെ തിരുരക്തം കൊണ്ട് നിന്റെ കുരിശിനെ വിശുദ്ധീകരിക്കാൻ നീ ഇതുവരെയും പരിശ്രമിച്ചില്ല എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ സഹനങ്ങളും രക്ഷാകരമാകുന്നത് അവന്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്, അവന്റെ കരസ്പർശം ഉണ്ടാകുമ്പോഴാണ് എന്ന പരമമായ സത്യത്തെ പ്രിയപ്പെട്ടവരെ നമുക്ക് ധ്യാനിക്കാം. ഈ കുരിശിന്റെ 4 കരങ്ങളെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. കുരിശിന്റെ ഒന്നാമത്തെ കരം എന്ന് പറയുന്നത് ഒറ്റപ്പെടലാണ്. ജീവിതത്തില് അത് മണ്ണിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചുവടാണ് കുരിശിന്റെ. ആ ചുവട് സൂചിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിലെ ഒറ്റപ്പെടലുകളെ കുറിച്ചാണ്. എല്ലാവരും കൂടെ നിൽക്കുകയും ആശ്വസിപ്പിക്കുകയും വെള്ളം പകർന്നു തരികയും നെഞ്ചു തടവി തരികയും ചെയ്യുമ്പോൾ മനുഷ്യന് മരിക്കാൻ വലിയ ഭയമൊന്നുമില്ല. കാരണം ഒരുപാട് മനുഷ്യര് മനസ്സിലാക്കാൻ, സ്നേഹിക്കാൻ, ഒപ്പം നിൽക്കാനുള്ളതിൻ്റെ ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത് വലുതാണ്. എന്നാൽ ജീവിതത്തിൽ സഹനമായി തീരുന്നത് അത് നാം വല്ലാതെ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ്. ഈ പീഡാനുഭവ വിവരണം ആരംഭിക്കുന്നത് തന്നെ ശിഷ്യന്മാർ കർത്താവിനെ ഇട്ട് ഓടിപ്പോകുന്ന കഥ പറഞ്ഞുകൊണ്ടാണ്. ഒരു യുവാവ് അവനെ അകലത്തിൽ അനുഗമിച്ചിരുന്നു. പടയാളികൾ കുതിരപ്പുറത്ത് പാഞ്ഞു ചെന്ന് അവന്റെ മേലങ്കി പിടിച്ചപ്പോൾ ആ മേലങ്കി ഇട്ടേച്ചിട്ട് ഉടുത്തിരുന്ന വസ്ത്രം പോലും ഉപേക്ഷിച്ച് നഗ്നനായി അവൻ ഓടി രക്ഷപ്പെട്ടു എന്ന് വചനം പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഭവിക്കുന്ന ഒറ്റപ്പെടലിന്റെ തീഷ്ണതയും തീവ്രതയും നമുക്ക് മനസ്സിലാക്കാം. ഈ ഒറ്റപ്പെടുത്തുന്ന മനുഷ്യരൊന്നും നമ്മളോടുള്ള ശത്രുത കൊണ്ടോ നമ്മളെ തകർക്കാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ല. എല്ലാ മനുഷ്യരും അവനവന്റെ സുരക്ഷയും അവനവന്റെ സുസ്ഥിതിയും ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതാണ് പരമമായ സത്യം. നാം എത്ര സ്നേഹിക്കുന്ന മനുഷ്യരാണെങ്കിലും സെമിത്തേരിയിൽ കുഴിമാടത്തിങ്കൽ വരെയും അനുഗമിച്ച ശേഷം അയാളെ അവിടെ ഒറ്റയ്ക്ക് വെച്ച് നമ്മൾ തിരികെ പോരുന്നില്ല. സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നമുക്ക് ചില സന്ദർഭങ്ങളിൽ ചിലരെ അനുഗമിക്കാനാവില്ല. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ആരുടെയും ഒപ്പം നിൽക്കാൻ നമ്മെ കൊണ്ടാവില്ല എന്ന പരമാർത്ഥ സത്യം കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്രകാരമുള്ള അസ്തിത്വപരമായ ഒറ്റപ്പെടലുകൾക്ക് അപ്പുറത്ത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ച മനുഷ്യര് നമ്മളെ തള്ളിപ്പറയുന്നു എന്നുള്ളതും നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ പ്രതീക്ഷ വെച്ചവര്, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിൽക്കും എന്ന് വിചാരിച്ചവര് ഒന്നും നമ്മുടെ കൂടെ നിൽക്കുകയില്ല. കാരണം ആർക്കും ആരുടെയും ഹൃദയം വായിക്കാനോ അവന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ തിരിച്ചറിയാനോ കഴിയില്ല എന്നത് പരമമായ യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവര്, നമ്മൾ പ്രതീക്ഷ വെച്ച പല മനുഷ്യരും നമ്മളെ ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, തങ്ങളുടേതായ സുരക്ഷിത ലാവണങ്ങൾ തേടിപ്പോകുമ്പോൾ അതിനെ ചതിയായും വഞ്ചനയായും ഒക്കെയും ചിത്രീകരിക്കുന്നത് നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട്. ഇന്നലെ വരെയും ഒപ്പം നിന്ന രാഷ്ട്രീയ പ്രവർത്തകര് കൂടെയില്ലാതെ മറുകണ്ഠത്ത് നിലയുറപ്പിക്കുമ്പോൾ അവരെ വിശേഷിപ്പിക്കാൻ പല ക്രൂരമായ പദങ്ങളും രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ആരും അങ്ങനെ പരിഭവിക്കേണ്ട, കലഹിക്കേണ്ട. ഇതെല്ലാം
ഈ സഹനത്തിന്റെ സ്വാഭാവിക പരിണതിയാണ് എന്ന പരമാർത്ഥം കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. താൻ സ്നേഹിച്ചവൻ, തൻ്റെ ശിഷ്യഗണത്തിന്റെ പ്രധാനിയാക്കിയവൻ, താൻ ഏറ്റവും വിശ്വാസമർപ്പിച്ച പത്രോസ്, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ പ്രിയ ശിഷ്യൻ, തിരുസഭയുടെ ഭരണമേൽപ്പിക്കാൻ കർത്താവ് കരുതി വെച്ചവൻ, അവൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ആ ഒറ്റപ്പെടൽ ഭയാനകമായ ഒറ്റപ്പെടലാണ്. ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ ഒപ്പമുള്ളവർ നമ്മളെ കൈവെടിയുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ ഓർക്കുക, നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന കുരിശിന്റെ ആദ്യത്തെ ചുവട് എന്ന് പറയുന്നത് ഈ ഒറ്റപ്പെടലാണ്. ഈ ഒറ്റപ്പെടലിന്റെ ഏറ്റവും തീവ്രമായ ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മെ ഒറ്റിക്കൊടുക്കുന്ന അനുഭവമാണ്. യൂദാസിലൂടെയാണ് കർത്താവ് ഈ ഒറ്റപ്പെടലിന്റെ പൂർണ്ണതയെ മനസ്സിലാക്കുന്നത്. സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ എന്നെ ഒറ്റുന്നത് എന്ന് കർത്താവ് ചോദിക്കുന്നത് അത്രമാത്രം ഹൃദയവേദനയോടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒറ്റപ്പെടലിന്റെ ഏറ്റവും തീവ്രമായ അനുഭവം കർത്താവ് നേരിടുന്നത് ദൈവവും തന്നെ ഒറ്റപ്പെടുത്തി എന്ന സങ്കടത്തിൽ നിന്നാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുന്നത് ദൈവപുത്രനാണ്. ചോദിക്കുന്നതാകട്ടെ സത്തയിൽ താനുമായി ഒന്നായ തൻ്റെ പരമപിതാവിനോടാണ്. എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് ഞാൻ നിറവേറ്റുന്നത് എന്ന് പറഞ്ഞ ആ പിതാവിനോടാണ് പുത്രൻ ചോദിക്കുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? മനുഷ്യജീവിതത്തിൻ്റെ ഒറ്റപ്പെടല് ഏറ്റവും ഭയാനകമാകുന്നത് ദൈവം പോലും തന്നെ മനസ്സിലാക്കുന്നില്ല, തന്നെ സ്വീകരിക്കുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ്. നമ്മൾ ആഴത്തിൽ ആത്മാർത്ഥമായി ഹൃദയം നുറുങ്ങി ദൈവത്തിന് മുമ്പിൽ ഉയർത്തുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാതെ ദൈവം നിശബ്ദമായിരിക്കുമ്പോൾ ഈ ഒറ്റപ്പെടൽ അതിൻ്റെ പൂർണ്ണതയിലെത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹനം അത് ഏറ്റവും ഹൃദയഭേദകമാകുന്നത് നാം ഒറ്റയ്ക്ക് ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ നേരിടേണ്ടി വരും എന്ന സത്യം തിരിച്ചറിയുമ്പോഴാണ്. നാം പ്രതീക്ഷിച്ച വെച്ചവരാരും നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല എന്ന തിരിച്ചറിവ് ഈ സഹനത്തിൻ്റെ ഒറ്റപ്പെടലിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തരുന്നു. ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കാൻ ജീവിത പങ്കാളി പോലും ഉണ്ടായില്ല, മക്കളാരും കൂടെ നിന്നില്ല എന്നൊക്കെയുള്ള സങ്കടങ്ങൾ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്കും ഉണ്ടാകാം. വൃദ്ധമന്ദിരങ്ങളിൽ തങ്ങൾ സ്നേഹിച്ചു വളർത്തിയ മക്കള് തങ്ങളെ തിരിഞ്ഞു നോക്കാതെ പോകുന്നതിൻ്റെ അനുഭവം പേറുന്ന മാതാപിതാക്കളുണ്ട്. ജീവിതത്തിൽ അവർക്കെല്ലാ സൗകര്യങ്ങളും നമ്മുടെ വൃദ്ധമന്ദിരങ്ങളിൽ ചെയ്തു കൊടുക്കുമ്പോഴും അവര് ഓർക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്, എന്നാലും എൻ്റെ മകന്, എൻ്റെ മകൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ, ഈസ്റ്ററായിട്ട് എന്നെ ഒന്ന് ഫോൺ വിളിച്ചില്ല, എന്നെ ഒന്ന് കാണാൻ വന്നില്ല, ഞാൻ എങ്ങനെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അന്വേഷിക്കുന്നില്ല എന്ന് പലപ്പോഴും ഇത്തരം ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മനുഷ്യർ സങ്കടം പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമെന്നത് താൻ പ്രതീക്ഷ വെച്ചവരൊന്നും തൻ്റെ ഒപ്പമില്ല എന്നുള്ള തിരിച്ചറിവാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഒറ്റപ്പെടലിനെ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ഭാഗമായി കർത്താവ് തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. പത്രോസ് വാളൂരി വെട്ടി സുരക്ഷയൊരുക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട്, പത്രോസെ,
വാളതിന്റെ ഉറയിലിടുക. ഞാന് ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നില്ല എങ്കിൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകൾ എങ്ങനെ നിറവേറ്റപ്പെടും? പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കുറിച്ച് മാത്രമല്ല തിരുവെഴുത്തുകളുള്ളത്, നാം എല്ലാവരെയും കുറിച്ച് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അവിടുന്ന് എഴുതിയ ചില തിരുവെഴുത്തുകളുണ്ട്. ആ തിരുവെഴുത്തുകൾ നിറവേറാൻ ഈ ഒരു ഒറ്റപ്പെടലിൻ്റെ വഴിയിലൂടെ നാം സഞ്ചരിക്കേണ്ടി വരും എന്ന സത്യത്തെ നാം വിസ്മരിക്കരുത്. കുരിശിന്റെ രണ്ടാമത്തെ കരം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് നാം കടന്നു പോകുന്ന നിരവധിയായ പരിഹാസങ്ങളാണ്. ജീവിതത്തിൽ നാം പലപ്പോഴും പരിഹസിക്കപ്പെടുന്നു എന്നുള്ളത് സത്യമാണ്. ഈ കാലഘട്ടത്തിൽ പരിഹാസത്തിന് അതിരുകളില്ല എന്നുള്ളതാണ് സത്യം. സോഷ്യൽ മീഡിയയിലൂടെ പണ്ടൊക്കെ രണ്ടുപേര് ചെവിയിൽ പറഞ്ഞിരുന്ന കുറ്റങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പോവുകയാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റയിലും ഏതെല്ലാം വഴികളിലൂടെ മനുഷ്യനെ അപമാനിക്കാനാകുമോ ആ വഴികളിലൂടെ എല്ലാം അപമാനിക്കാൻ മനുഷ്യൻ വ്യഗ്രതപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാവർക്കും നന്മ മാത്രം ചെയ്ത ദൈവപുത്രൻ കടന്നു പോകുന്ന വലിയ അപമാനത്തിൻ്റെ അതിരില്ലാത്ത വഴികളുണ്ട് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയണം. അവൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റി നഗ്നനാക്കി നിർത്തി സകല മനുഷ്യരുടെയും മുമ്പിൽ അവനെ ചെമ്മട്ടിക്കടിച്ച് അവൻ്റെ ശരീരം തകർത്ത് പടയാളികൾ ആനന്ദിക്കുന്നത് നാം തിരിച്ചറിയും. അവൻ്റെ മുഖത്ത് തുപ്പുന്നത്, അവൻ്റെ കരണത്തടിക്കുന്നത്, അവൻ്റെ ശിരസിൽ മുൾക്കിരീടം ചാർത്തി അധിക്ഷേപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിഹാസമെന്നത് ഈ ഭൂമിയിലെ സഹനത്തിൻ്റെ ഏറ്റവും കൂർത്തമുള്ള മുൾക്കിരീടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തിൽ ഇതുപോലെ സഹനങ്ങളിലൂടെ പരിഹാസത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്ന മനുഷ്യർക്കെല്ലാം അമൂല്യമായി അവർ കരുതുന്നത് അവരുടെ സൽപ്പേരാണ്. ഒരു മനുഷ്യനെ തകർക്കാൻ ഏറ്റവും ആവശ്യമായത് അവൻ്റെ സൽപ്പേര് നശിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് ലോകത്തിനറിയാം. അതുകൊണ്ട് തന്നെ ലോകം ആരെയെങ്കിലും തകർക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ സൽപ്പേര് തകർക്കും, അവരുടെ കുടുംബത്തെക്കുറിച്ച് അധിക്ഷേപം പറയും, അവരുടെ കുടുംബാംഗങ്ങളെ കുറിച്ച് പരിഹാസത്തിൻ്റെ വചനങ്ങൾ ഉന്നയിക്കും എന്നുള്ളത് പരമാർത്ഥമാണ്. പ്രിയപ്പെട്ടവരെ, സമാനമായ സഹനങ്ങളിലൂടെ നാം നടന്നു നീങ്ങേണ്ടി വരുമ്പോൾ, ഇത്തരം അപമാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നാം അധിക്ഷേപങ്ങളായി സ്വീകരിക്കേണ്ടി വരുമ്പോൾ, നമ്മുടെ മുഖത്തു തുപ്പാനും കരണത്തടിക്കാനും മുൾക്കിരീടം ചാർത്താനും ആളുകൾ വ്യഗ്രതപ്പെടുന്നത് കാണുമ്പോൾ ഇവരോട് നാം എന്തു ദ്രോഹം ചെയ്തിട്ടാണ് എന്ന് ന്യായമായും നമുക്ക് സംശയം തോന്നാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവെഴുത്തുകൾ പൂർത്തീകരിക്കാൻ അവിടുന്ന് ചിലപ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നാം അമൂല്യമായി കരുതി വെച്ച നമ്മുടെ സൽപ്പേരാണ്, നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ ആത്മാഭിമാനമാണ് ദൈവം വിലയായി ചോദിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മെ ശക്തിപ്പെടുത്തട്ടെ. കുരിശിനെ ഏറ്റവും കഠോരമാക്കുന്നത് അതിൻ്റെ മൂന്നാമത്തെ കരമാണ്. അധികാരത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ട് സഹനത്തിൻ്റെ മേൽ മുദ്ര ചാർത്തുന്ന വ്യക്തിത്വങ്ങളുണ്ട്, നിലപാടുകളുണ്ട്, അധികാര കസേരകളുണ്ട് എന്നത് കർത്താവ് തിരിച്ചറിഞ്ഞതുപോലെ നമ്മളും തിരിച്ചറിയുന്ന സത്യമാണ്. ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എങ്കിലും ഞാൻ അവനെ കുരിശിൽ തറച്ചു കൊല്ലാൻ വിധിക്കുന്നു എന്ന് പറഞ്ഞ പീലാത്തോസിന്റെ കസേരയിൽ ഇരിക്കുന്നവര് ഇന്നും
ഭരണകൂടങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുന്നു എന്നുള്ളത് പരമമായ സത്യമാണ്. കർത്താവിനെ, അവന്റെ സഭയെ, അവനിലുള്ള വിശ്വാസത്തെ, ആ സഭയുടെ നിലപാടുകളെ, സഭയുടെ പ്രസ്ഥാനങ്ങളെ, സഭയുടെ ജീവകാരുണ്യത്തിന്റെ മുഖങ്ങളെയെല്ലാം എന്നേക്കുമായി ഇല്ലാതാക്കാൻ കിരാതമായ നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഭയപ്പെടേണ്ടതില്ല. ഇതിലും വലിയ പീഡാനുഭവങ്ങളെ അതിജീവിച്ച കർത്താവിന്റെ സഭയാണ് ഈ സഭ എന്നുള്ള തിരിച്ചറിവ് നമ്മളെയും ധൈര്യപ്പെടുത്തേണ്ടതാണ് എന്നുള്ള സത്യം ഓർക്കുക. അധികാരത്തിന്റെ കരം കൊണ്ട് ജീവിതത്തിന്റെ വഴികളെ സഹനപൂർണമാക്കാൻ, ദുരിതപൂർവമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവര് ഈ കുരിശിന്റെ മൂന്നാമത്തെ കരം ചേർത്ത് വയ്ക്കുന്നവരാണ്. ഓർക്കുക, നിയമനിർമ്മാണങ്ങളിലൂടെയും അധികാരത്തിന്റെ ദുഷ്പ്രമത്തത വഴിയും പലപ്പോഴും ന്യായമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന പരിതോവസ്ഥകൾ നമ്മുടെ രാജ്യത്തും വർത്തമാനമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യം. ഭൂരിപക്ഷത്തിന്റെ ധാർഷ്ട്യം കൊണ്ട് ന്യൂനപക്ഷത്തിന്റെ എല്ലാ അവകാശങ്ങളെയും ഹനിക്കാം എന്ന് ചിന്തിക്കുക, കുറ്റം ആരോപിക്കുക, ആരോപണത്തിന്റെ പേരിൽ ബുൾഡോസർ കൊണ്ടുവന്ന് ആ കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയെടുക്കുക, കുറ്റം ആരോപിക്കുക, അതിന്റെ പേരിൽ കോടതി വ്യവഹാരങ്ങൾക്കൊന്നും നിൽക്കാതെ പോലീസുകാരും ജനക്കൂട്ടവും തന്നെ നിയമം കയ്യിലെടുത്ത് വിധി നടപ്പിലാക്കുന്നത് ഈ ഭാരതത്തിന്റെ മണ്ണിൽ നമ്മൾ അത്യപൂർവമായിട്ടൊന്നുമല്ല കേൾക്കുന്നത് എന്ന് നമുക്കറിയാം. എന്താണ് ഇതൊക്കെയും സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അധികാരം ഉയർത്തുന്നത് സഹനത്തിന്റെ ഒടുങ്ങാത്ത പകയുടെ വഴികളാണ് എന്ന് ചിലപ്പോഴൊക്കെയും നാം തിരിച്ചറിയുന്നുണ്ട്. ഈ ദുഃഖവെള്ളിയിൽ കർത്താവ് അനുഭവിക്കുന്ന കഠോരമായ സഹനത്തിന്റെ പിന്നില് ഈ അധികാരത്തിന്റെ ഗർവമുയർത്തുന്ന വെല്ലുവിളികൾ ഉണ്ടായിരുന്നു എന്നത് പ്രിയപ്പെട്ടവരെ നാം വിസ്മരിക്കരുത്. പീലാത്തോസ് എന്ന അധികാരിക്ക് സ്വന്തം കസേര നിലനിർത്തുവാൻ വേണ്ടി, ജനക്കൂട്ടത്തിന്റെ സംപ്രീതി നേടുവാൻ, ഭൂരിപക്ഷത്തിന്റെ കയ്യടി നേടുവാൻ വേണ്ടി ഈ അധികാരി കാണിച്ച അധർമ്മമാണ് സത്യത്തിന്റെ സത്യമായവൻ കുരിശിലേറാൻ നിമിത്തമായത്. സ്നേഹത്തിന്റെ മൂർത്തിമഭാവമായവനെ ഇപ്രകാരം നിഷ്കരുണമില്ലായ്മ ചെയ്യാൻ പീലാത്തോസിനെ പ്രേരിപ്പിച്ചത്, ഹെറോദേസിനെ നിർബന്ധിക്കുന്നത്, പ്രധാനാചാര്യന്മാരെ പ്രേരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ മറ്റൊന്നുമല്ല, നിക്ഷിപ്ത താല്പര്യങ്ങളുള്ളവർക്കെല്ലാം ക്രിസ്തുവും അവന്റെ സഭയും അവന്റെ സുവിശേഷവും എന്നും ഒരു വിലങ്ങുതടിയായി മാറുന്നു എന്ന സത്യം ഓർക്കുക. കുരിശിന്റെ ഈ മൂന്നാമത്തെ കരം നമ്മുടെ മേല് അധികാരത്തിന്റെ ധാർഷ്ട്യമുയർത്തുന്ന സഹനങ്ങൾ തീർക്കാൻ വ്യഗ്രതപ്പെടുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഭയപ്പെടേണ്ടതില്ല. കുരിശിന്റെ നാലാമത്തേതും സ്വർഗത്തിലേക്ക് ഉയരുന്നതുമായ ഒരു കരമുണ്ട്. ആ നാലാമത്തെ കരം പ്രത്യാശയുടെ കരമാണ് എന്ന സത്യം നമ്മൾ ഓർത്തു വയ്ക്കുക. എല്ലാ സഹനങ്ങളും സഹനത്തിൽ അവസാനിക്കാനുള്ളതല്ല. ഈ സഹനത്തിന്റെ സങ്കടക്കടലിന്റെ നടുവിലും പ്രത്യാശയുടെ സ്നേഹത്തിന്റെ കരം നീട്ടിക്കൊണ്ട് ഏതാനും പ്രകാശമുള്ള മുഖങ്ങൾ കടന്നു വരുന്നത് നാം കാണുന്നുണ്ട്. കർത്താവിന്റെ വധശിക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന പീലാത്തോസിന്റെ മുമ്പില് അവന്റെ ഭാര്യ ചെല്ലുന്നുണ്ട്, ആ മനുഷ്യൻ നീതിമാനാണെന്ന് പറഞ്ഞുകൊണ്ട്. അധികാരത്തിന്റെ അകത്തളങ്ങളിലും സത്യത്തിന് വേണ്ടി നിലപാടുയർത്താൻ ധൈര്യമുള്ളവര് എല്ലാ കാലത്തും ശേഷിക്കുന്നു എന്നുള്ളത് പ്രത്യാശ നഷ്ടപ്പെടുത്താറായിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ്. പ്രിയപ്പെട്ടവരെ, കൗറീൻകാരനായ ശമയോൻ കർത്താവിന്റെ കുരിശ് ചുമക്കുമ്പോൾ, വേറോനിക്ക തിരുമുഖം തുടയ്ക്കുമ്പോൾ
ഭക്തസ്ത്രീകൾ അവനെ തേടി ആശ്വാസത്തിൻ്റെ വാക്കുകളുമായി ഒപ്പം നടക്കുമ്പോൾ ഈ കുരിശിൻ്റെ വഴിയിൽ നമ്മൾ തിരിച്ചറിയുന്നു, എല്ലാം ഇരുണ്ടുപോയിട്ടില്ല, എല്ലാം അവസാനിച്ചിട്ടില്ല, എല്ലാം തകർന്ന് നശിക്കുന്നില്ല. മറിച്ച് നന്മയുടെ തിരിനാളങ്ങൾ അവിടെയും ഇവിടെയും തെളിഞ്ഞു കത്തുന്നുണ്ട്. അവയൊക്കെയും മൂന്നാം നാൾ അത്ഭുതകരമായ ശക്തി ആർജിക്കും എന്നുള്ള സത്യം പ്രിയപ്പെട്ട ദൈവജനമേ നമുക്കും തിരിച്ചറിയാം. നല്ല കള്ളനെ പോലെ സഹനത്തിൻ്റെ തീവ്രതമമായ നിമിഷങ്ങളിൽ അവനെ കണ്ടെത്താനും അവനോട് ചേർന്ന് നിൽക്കാനും നമുക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഒറ്റപ്പെടലുകളുണ്ട് ജീവിതത്തിൽ, അത് പരമാർത്ഥമാണ്. പരിഹാസത്തിൻ്റെയും സൽപ്പേര് നശിപ്പിക്കുന്നതിൻ്റെയും കഠോരമായ അനുഭവങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അധികാരത്തിൻ്റെ ധാർഷ്ട്യം കൊണ്ട് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികളുണ്ട്. പക്ഷേ ഇത് മൂന്നും ചേർന്നാൽ കർത്താവിൻ്റെ കുരിശാവില്ല. ആ കുരിശിനെ കർത്താവിൻ്റെ കുരിശാക്കുന്നത് പ്രത്യാശയുടെ ഈ 4ാം പടിയാണ് എന്ന സത്യം നമുക്ക് ഓർക്കാം. പ്രിയപ്പെട്ടവരെ, ശാന്തമായിരുന്ന് ആലോചിച്ചാൽ നമ്മുടെയും ജീവിതത്തിൽ ദൈവം എത്രയോ വട്ടം കൗറീൻകാരനായ ശമയോനെ പോലെ, വെറോനിക്കായെ പോലെ, നല്ല കള്ളനെ പോലെ നമ്മളെ മനസ്സിലാക്കുന്ന, സ്നേഹിക്കുന്ന, ഒപ്പം നിൽക്കുന്ന, കണ്ണുനീർ തുടയ്ക്കുന്ന എത്രയോ മനുഷ്യരെ ചേർത്ത് നിർത്തി. പലപ്പോഴും നമ്മൾ പീലാത്തോസിനെയും ഹെറോദേസിനെയും ക്രൂരന്മാരായ പടയാളികളെയും മാത്രം എണ്ണിയപ്പോൾ ഈ കുരിശിൻ്റെ വഴിയുടെ പ്രത്യാശയുടെ തിരിനാളങ്ങളെ കാണാതെ പോകരുത് എന്ന സത്യം കൂടി ഹൃദയത്തിൽ സൂക്ഷിക്കാം. ദുഃഖവെള്ളിയുടെ സന്ദേശം നിരാശയുടേതല്ല, പ്രത്യാശയുടേതാണ്. കുരിശ് അവസാനമല്ല, അവിടുന്ന് മഹിമപ്രതാപങ്ങളോട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ഈ കുരിശ് രക്ഷയുടെ അടയാളമാകുന്നത്. എല്ലാ സഹനങ്ങളും നമ്മുടെ രക്ഷയിലേക്കുള്ള കർത്താവ് ഒരുക്കുന്ന പ്രത്യാശയുടെ പടികളാണ് എന്ന തിരിച്ചറിവിലേക്ക് വളരാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.